إلى هذا فاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. في صدور الناس من الجنة والناس. اللهم بحقهم وبجائهم وبقربهم لديك ماتوا من آبائنا وأمهاتنا وجداتنا وجداتنا وسائر المسلمين كلهم يا رب العالمين. പല റോഡുകളിലൂടെയും സഞ്ചരിച്ചാണ് നമ്മളുള്ളത്. അതിലേക്ക് 10ാം ക്ലാസ് പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് വിട പറയുകയാണ്. നമുക്കറിയാം, ഈ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ ഊർജവും നൽകിക്കൊണ്ടാണ് നമ്മുടെ ഇവിടെ പലതും പറയാനുണ്ട്, നമുക്കത് കേൾക്കാനുണ്ട്. നമ്മുടെ മേഖലകൾ പലതവണ ഞാൻ തന്നെ ഉയർത്തുന്നതും കുറേ മേഖലകളും കണ്ടെത്തി യാത്രയാണ്. പല ഉസ്താദുമാരുടെയും ഫെയർവെൽ പാർട്ടിയിലാണ് നാം ഉള്ളത്. അതായത് നേരിട്ടുള്ള വിജ്ഞാനങ്ങളും അതുപോലെ നിങ്ങൾ ചിട്ടപ്പെടുത്തിയ ജീവിത ശൈലിയുമൊക്കെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആത്മീയതയുടെ തണലിൽ ബഹുമാനപ്പെട്ട ഗഫൂർ ഉസ്താദ്, പ്രിൻസിപ്പൽ സാർ, സുഫിയാൻ ഉസ്താദ്, ജൗഹർ ഉസ്താദ് തുടങ്ങി മറ്റ് എല്ലാ ഉസ്താദുമാരും, അതുപോലെ തന്നെ 10ാം ക്ലാസ് എക്സാമിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഈ സമയത്ത് സംസാരിക്കണില്ല. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 കഴിഞ്ഞ് +2 ഡിഗ്രി, MBBS ആണെങ്കിൽ ആ രൂപത്തിൽ, എൻജിനീയറിംഗ് ആണെങ്കിൽ ആ രൂപത്തിൽ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2 വർഷം വന്നവരുണ്ടാവും, 3 വർഷമായിട്ട് വന്നവരുണ്ടാവും. ഇത്ര കാലം നിങ്ങൾ ഒരുമിച്ചാണ് കടന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബെറ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റ് ഈ സൈഡിൽ, അടുത്ത ബെറ്റ് ഈ സൈഡിൽ, അല്ലേ? അതൊക്കെ മാറി നിങ്ങൾ ഓരോരുത്തരും ഓരോ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഓരോ സ്കൂളിലായിരിക്കും, പല ആൾക്കാർ ഓരോ രൂപത്തിലായിരിക്കും. അപ്പോൾ ഞാൻ പല സന്ദർഭത്തിൽ വരെ കണ്ടിട്ടുണ്ട്, രാത്രികളിലൊക്കെ കാല് തടവി കൊടുക്കണുണ്ട്. ഇവിടെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവും, ഫുട്ബോൾ കളിച്ച് കളി കഴിഞ്ഞ് ബെറ്റാടിന് വന്ന് ചോദിക്കും ഉസ്താദിനോട്, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്നിട്ട് ബെറ്റാടിനൊക്കെ മേടിച്ച് പോയി ഒരാളെ കാലുവേദന ഉണ്ടാവും, എന്നിട്ട് മറ്റുള്ളവർ 3 ആളിരുന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അല്ല, ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിഷമിക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇന്നത്തെ ഓരോ സാഹചര്യങ്ങൾ, കുറേ മൊമെന്റുകളുണ്ട്, അല്ലേ? കുറേ മൊമെന്റുകൾ 10ാം ക്ലാസ്സുകൾ ഞാൻ വന്നതിന് ശേഷം തന്നെ കുറേ കണ്ടിട്ടില്ലേ? കുറേ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തി, അല്ലേ? കുറേ പ്രോഗ്രാമുകൾ നടത്തി. അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ എടുത്തക്കലും അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെന്റുകളാണ്. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ജീവിതങ്ങളതാണ്. നിങ്ങളിടക്കൊക്കെ ഇവിടെ വരണം, പരസ്പരം കൂടണം, പരസ്പരം കോണ്ടാക്റ്റ് വേണം. ഉസ്താദുമാരെ കാണണം, ടീച്ചേഴ്സിനെ കാണണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെ സ്കൂളിലേക്ക് വരണം, ഇവിടെ ക്യാമ്പസിലേക്ക് വരണം, പരസ്പരം കാണണം, സംസാരിക്കണം. ഈ ഒരു ബന്ധം എന്നും നിങ്ങൾ നിലനിർത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് ലൈഫ്. ഞാൻ ഇവരോടൊന്ന് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 10th ഇവിടെ ഉള്ളവരല്ല, അവിടുത്തെ ക്ലാസ്സിലെ കുട്ടികളോട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫെബ്രുവരി 17 മോഡൽ തുടങ്ങും. അത് കഴിഞ്ഞ് മാർച്ച് 3 SSLC എക്സാം തുടങ്ങും. മാർച്ച് 27 ആകുമ്പോഴത്തേക്ക് നിങ്ങളെ സ്കൂളൊക്കെ പൂട്ടി വീട്ടിലേക്ക് പോകും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഇത്ര ദിവസം നിങ്ങൾ ഷഹല്, റമേഷ്, റിസ്വാന്, അങ്ങനെ കുറച്ച് ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായി 10ാം ക്ലാസ് വരെ പറയുന്നതിന് മുമ്പ് 9th സ്റ്റാൻഡേർഡെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. വിഷയങ്ങളും നിങ്ങൾ ഉസ്താദുമാരെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉസ്താദുമാരെ വേഗം അറിയിച്ചാൽ ഉസ്താദുമാരെ അതിനുള്ള വേണ്ട പരിഹാരങ്ങൾ അവർ നിങ്ങൾക്ക് തരും. നല്ലവണ്ണം പഠിക്കുക,
പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ പഠനം, സംസ്കാരം, അസ്മാവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്യാമ്പസിലേക്ക് തന്നെ കുളി, പഠനം. ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നേരെ വേറൊരു ജീവിതത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് ഉണ്ടാക്കി വെച്ചതാണ്. പറഞ്ഞു വരുന്നത് നമ്മളെ മക്കളെ എല്ലാം ചെല്ലതിനൊരു തുല്യമാകുമെന്ന് മഹാനായ ഹബീബ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഹദ്ദാദ് ഖാത്തിബ്, അത് നമ്മളിപ്പോ നമ്മളുടെ കൂടെ പഠിച്ച് കൂട്ടുകാരന്മാരെ പോലെ നടന്ന് ഇൻഷാ അല്ലാഹ് മഅദിൻ എന്ന ക്യാമ്പസിൽ ഒരുമിച്ച് കൂടി 3 വർഷത്തിലധികം പരസ്പരം സൗഹാർദ്ദങ്ങളും ബന്ധങ്ങളും കണക്ഷനുകളും ഉണ്ടാക്കി. ഇനി വേറൊരു ക്യാമ്പസിലേക്ക് യാത്രയാകാം. നമ്മളെ ക്യാമ്പസ് എത്ര സുന്ദരമാണ്. ക്യാമ്പുകൾ ഇവിടെ നിന്ന് പഠിച്ചെടുത്ത അറിവുകൾ ബഹുമാനാദരവുകൾ നിറഞ്ഞ തങ്ങൾ ഉസ്താദ്, ജൗഹർ ഉസ്താദ്, മറ്റു സ്നേഹനിധികളായ മുസ്ലിസിൻ്റെ മക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ വേളയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളുടെ യാത്രയപ്പ് എന്ന് പറയുന്നത് ഔപചാരികമായി ഏതൊരർത്ഥത്തിലും നമ്മുടെ ഈ മുസരിസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മളിങ്ങനെ തികച്ചും സീറോയിൽ നിന്നുള്ള ഒരു കുട്ടികളായിരുന്നു. നിങ്ങളാരെയും ഞാൻ എന്തായിരുന്നില്ല ഒരു മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവമല്ല. പക്ഷേ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠം ഔപചാരികമായിട്ടുള്ള പരിപാടികളൊക്കെ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും 1.5 മാസം ഈ ക്യാമ്പസിൽ നിങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ നിലവിലെ നമ്മുടെ ജീവിതം എന്നുള്ളത് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്ന് വിവരിക്കുന്നവരെ കാണാൻ സാധിക്കും. അതേ രൂപത്തിലായിരിക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു മഹാന്റെ ഒരു വാക്യമുണ്ട്: നാമാക്കിയ നമ്മുടെ മാതാപിതാക്കള്, ഉസ്താദുമാര്, ഗുരുവര്യന്മാര് ആരെയും നാം തിരസ്കരിക്കാനോ ധിക്കരിക്കാനോ പാടില്ല. ഉപകാരം ഒരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഒരിക്കലും ഉപദ്രവം ചെയ്യുകയില്ല. കഴിക്കണം ജീവിക്കുന്ന, അല്ല തന്റെ സുഹൃത്തിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ രസങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സുഹൃത്തിനെ ഒരിക്കലും ഞാൻ സുഹൃത്തായി പരിഗണിക്കരുത്. മോശമായ സാഹചര്യങ്ങളാണ്. അതേസമയം ആ സാഹചര്യം എൻ്റെ ജീവിതത്തിന് പൂർണ്ണമായ ഒരു തൻ്റെ ഇടമുള്ള മനുഷ്യൻ തൻ്റെ പഠനം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കുന്ന കാലത്ത് നല്ല കൂട്ടങ്ങളും നല്ല സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. അതേ സമയത്ത് നിങ്ങളുടെ ഇടപെടൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്ഥാനങ്ങളിൽ എത്തിപ്പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാക്കൾ എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്, എപ്പോഴാണ് മയ്യത്തെടുക്കുന്ന സഹായകരമാകുന്ന വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഫെയർവെൽ പാർട്ടി, ആ